യമഹ മോട്ടോർ ഗ്ലോബലി ഏറ്റവും പുതിയ മോട്ടോർ സൈക്കിൾ ആയിട്ടാണ് വരാനായിട്ട് പോകുന്നത്. ഈ ഒരു മോട്ടോർ സൈക്കിൾ ഇന്ത്യയിലേക്ക് ഉണ്ടോ എന്നുള്ള കാര്യം കറക്റ്റായിട്ട് നമുക്കറിയില്ല. ഒരു ഡീറ്റെയിൽസും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇത് ഓട്ടോഗോസ്, ഞാൻ ആൽബിൻ വർഗീസ്. എല്ലാവർക്കും ടോർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. യമഹ മോട്ടോർ ഗ്ലോബലി കൊണ്ടുവരാൻ പോകുന്ന മോട്ടോർ സൈക്കിളിനെ കുറിച്ച് കുറെ റൂമേഴ്സ് ഓൾറെഡി നിലനിൽക്കുന്നുണ്ട്. MT-07 ബേസ് ചെയ്തിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആയിരിക്കും വരാൻ പോകുന്ന ഈ പുതിയ മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഇത് മാത്രമാണ് നമുക്കൊരു സൂചന പോലെ ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ പേര് R7 എന്നുള്ള ഒരു പേരും ആവാൻ ചാൻസ് ഉണ്ടെന്ന് ഗ്ലോബലി എല്ലാ മീഡിയാസും പറയുന്നുണ്ട്. പക്ഷെ ഇതിനും വ്യക്തമായിട്ടുള്ള ഒരു കാര്യമോ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു റീസണോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഇനി യമഹ മോട്ടോർ ഗ്ലോബലി തന്നിട്ടുള്ളത് 2 ടീസേഴ്സ് ആണ്. ഏറ്റവും ആദ്യത്തെ ടീസർ എന്ന് പറയുന്നത് ഈ ഒരു മോട്ടോർ സൈക്കിൾ ഒരു ട്രാക്കിൽ ഓടിക്കുന്നതായിട്ടുള്ള ഒരു ടീസർ മാത്രമാണ്. അതിൽ മോട്ടോർ സൈക്കിൾ ഒന്നും തന്നെ കാണിക്കുന്നില്ല. ഒരു റൈഡർ ആ ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ എന്താണ് കാണുക, അല്ലെങ്കിൽ ഒരു മോട്ടോർ സൈക്കിളിന്റെ ഫ്രണ്ടിൽ ഒരു ഗോപ്രോ വെച്ചിട്ട് എന്താണ് കാണുക, അതാണ് ഫസ്റ്റത്തെ ടീസറിലുള്ളത്. ആ ഒരു മോട്ടോർ സൈക്കിൾ ഒരു ട്രാക്കിൽ നിന്നും ഓടിച്ച് സഡൻലി പിന്നെ അത് റോഡിലേക്ക് ഓടിക്കുന്ന രീതിയിലുള്ള ഒരു മോട്ടോർ സൈക്കിൾ, ഒരു ഡ്യുവൽ പർപ്പസ് പോലുള്ള മോട്ടോർ സൈക്കിൾ, അതായിരിക്കും ചിലപ്പോൾ വരാൻ പോകുന്ന ഈ പുതിയ മോട്ടോർ സൈക്കിൾ. നമുക്കിപ്പോൾ R7 തന്നെ പറയാം. ഗ്ലോബലി എല്ലാ മീഡിയാസും വിശേഷിപ്പിക്കുന്ന പോലെ R7 എന്ന് തന്നെ നമുക്ക് പേരിടാം. രണ്ടാമത്തെ ടീസർ എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു ടീസർ തന്നെയാണ്. അതിൽ നമുക്ക് ഏകദേശം 3 ഹിന്റ് തരുന്നുണ്ട്. ഏറ്റവും ആദ്യത്തെ ഹിന്റ് എന്ന് പറയുന്നത് ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ വെയ്സർ ആണ്. ഫ്രണ്ടിലുള്ള വെയ്സർ നമുക്ക് കറക്റ്റ് കാണിക്കുന്നുണ്ട്, വിൻഷീൽഡ് കറക്റ്റ് കാണിക്കുന്നുണ്ട്. അത് ഏകദേശം യമഹ R6-ൻ്റെയോ അല്ലെങ്കിൽ R1-ൻ്റെയോ സാമ്യതയുള്ള രീതിയിലുള്ള ഒരു വെയ്സർ അല്ലെങ്കിൽ വിൻഷീൽഡ് ആണ് കാണുന്നത്. അടുത്തൊരു ഹിന്റ് എന്ന് പറയുന്നത് ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ ഹാൻഡിൽ ബാർ ആണ്. ഏകദേശം ക്ലിപ്പ് ഓൺ പോലുള്ള ഒരു ഹാൻഡിൽ ബാർ തന്നെയാണ് നമുക്ക് ഈ ഒരു മോട്ടോർ സൈക്കിളിലും കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ഹിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഹെഡ്ലൈറ്റ് ആണ്, അല്ലെങ്കിൽ DRL ആണ്. ഇതിന്റെ DRL-ഉം യമഹ R6-ൻ്റെ DRL-നോട് സാമ്യതയുള്ള ഒരു DRL തന്നെയാണ്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ സൗണ്ട് ആണ്. അപ്പോൾ എന്തായാലും ഇലക്ട്രിക് ആയിട്ടുള്ള ഒരു ബൈക്കല്ല, ഒരു ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ തന്നെയാണ് വരാൻ പോകുന്ന ഈ ഒരു മോട്ടോർ സൈക്കിൾ. എന്തായാലും ഗ്ലോബലി ഈ ഒരു മോട്ടോർ സൈക്കിളിനെ R7 എന്നുള്ള പേരിട്ടത് കൊണ്ട് തന്നെ നമുക്ക് ഹിസ്റ്ററി R7 എന്ന് പറയുന്ന യമഹയുടെ പഴയ മോട്ടോർ സൈക്കിളിനെ കുറിച്ച് ഒന്ന് നോക്കാം. യമഹയുടെ പഴയ R7 എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് എഡിഷൻ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആണ്. ആകെ 500 യൂണിറ്റ് മാത്രമാണ് ആ ഒരു മോട്ടോർ സൈക്കിൾ വന്നിട്ടുള്ളത്. യമഹയുടെ പഴയ R7 എന്ന് പറയുന്നത് സൂപ്പർ ബൈക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പിനും അതുപോലെ തന്നെ സുസ്ക 8 ഹവർ എന്ന് പറയുന്ന റേസിംഗ് ചാമ്പ്യൻഷിപ്പിനും ബേസ് ചെയ്തിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ്. യമഹ YZF-R7 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളിന് പിന്നെയും ഒരു പേരുണ്ട്. OW02 എന്ന് പറയുന്ന പേരിലും ഈ ഒരു മോട്ടോർ സൈക്കിൾ അറിയപ്പെട്ടിരുന്നു. അപ്പോൾ ഈ ഒരു മോട്ടോർ സൈക്കിൾ പ്രൊഡക്ഷൻ ചെയ്തത് 1999-ലാണ്. അത്രയും പഴക്കമുള്ള ഒരു മോട്ടോർ സൈക്കിളാണ് യമഹ YZF-R7. യമഹയുടെ YZF-R7 എന്ന് പറയുന്ന ഈ ഒരു പഴയ മോട്ടോർ സൈക്കിളിന്റെ എഞ്ചിൻ എന്ന് പറയുന്നത് 749 cc ആയിട്ടുള്ള ലിക്വിഡ് കൂൾ 4 സ്ട്രോക്ക് 20 വാൽവ് ആയിട്ടുള്ള DOSC ഇൻലൈൻ 4 എഞ്ചിൻ ആണ്. ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ പവർ വരുന്നത് 106 bhp ആണ്. അത് 11,000 RPM. ടോർക്ക് എന്ന് പറയുന്നത് 72 Nm ഓഫ് ടോർക്ക് ആണ്. അത് 8,000 RPM. 6 സ്പീഡ് ആയിട്ടുള്ള കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് ആണ് YZF-R7 എന്ന് പറയുന്ന ഈ ഒരു മോട്ടോർ സൈക്കിളിൽ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് യമഹ YZF-R7 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു മോട്ടോർ സൈക്കിളിൽ നിന്നും ഈ വരാൻ പോകുന്ന R7 എന്ന് പറയുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന ഏറ്റവും പുതിയ മോട്ടോർ സൈക്കിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ട്രാക്ക് ഓറിയന്റഡ് മാത്രമായിട്ടുള്ള മോട്ടോർ സൈക്കിൾ അല്ല. അഡ്വർടൈസ്മെന്റിൽ തന്നെ കറക്റ്റ് ആയിട്ട് യമഹ കാണിക്കുന്നുണ്ട്, ട്രാക്കിൽ നിന്നും ഓടിക്കുന്ന ഒരു മോട്ടോർ സൈക്കിൾ പോലെ തന്നെ ഈ ഒരു മോട്ടോർ സൈക്കിളും ഒരു റോഡ് കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റ് കണ്ടീഷനിലും ഓടിക്കുന്ന രീതിയിൽ. നമുക്കറിയാം യമഹ YZF-R3 എന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെ R3, ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത R3. ആ ഒരു R3 എന്ന് പറയുന്നത് യു ക്യാൻ റൈഡ് എ സൂപ്പർ ബൈക്ക് എവരിഡേ എന്നുള്ള ഒരു ടാഗോട് കൂടി വന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. ചിലപ്പോൾ ആ ഒരു രീതിയിലുള്ള എർഗണോമിക്സ് ഉള്ള ഒരു മോട്ടോർ സൈക്കിൾ ആയിരിക്കും വരാൻ പോകുന്ന യമഹയുടെ പുതിയ മോട്ടോർ സൈക്കിൾ. ഈ ഒരു മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് 18-ാം തീയതിയാണ്. ഈ വരുന്ന മാസം 18-ാം തീയതിയാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി എന്തുകൊണ്ടാണ് യമഹയുടെ ഭാഗത്ത് നിന്നും ഏറ്റവും പുതിയ മോട്ടോർ സൈക്കിൾ? നമുക്കറിയാം യമഹ YZF-R6 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ ഓൾറെഡി ഡിസ്കണ്ടിന്യൂ ചെയ്തു. ആ ഒരു മോട്ടോർ സൈക്കിളിന്റെ റോഡ് ലീഗൽ ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ നമുക്കിനി ലഭിക്കില്ല. ട്രാക്ക് ഓൺലി ആയിട്ടുള്ള ട്രാക്ക് പർപ്പസിന് വേണ്ടി മാത്രമുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആയിട്ട് ഒതുങ്ങിക്കഴിഞ്ഞു യമഹ YZF-R6. കാരണം എമിഷൻ നോംസ് Euro 5 ആയിട്ടുള്ള എമിഷൻ നോംസിനോട് ഒത്തുപോകാനായിട്ട് യമഹ YZF-R6 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളിന്റെ എഞ്ചിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മോട്ടോർ സൈക്കിൾ ഒരു ട്രാക്ക് പർപ്പസ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ മാത്രമായി യമഹ മോട്ടോഴ്സ് സെയിൽ ചെയ്യും. ഒരു റോഡ് ലീഗൽ ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ആയിട്ട് ഇനി YZF-R6 ഇല്ല. അതുപോലെ തന്നെ യമഹ YZF-R6-നായിട്ട് റേസ് കിറ്റും കാര്യങ്ങളൊക്കെ യമഹ മോട്ടോഴ്സ് കൊണ്ടുവരുന്നുണ്ട്.
GYTR എന്ന് പറയുന്ന ജെന്യൂൻ യമഹ ടെക്നോളജി റേസിംഗിന്റെ തന്നെ റേസിംഗ് കിറ്റും കാര്യങ്ങളൊക്കെയാണ് YZF-R6 കൊണ്ടുവരുന്നത്. അപ്പോൾ ട്രാക്ക് ഓടിക്കുന്നവർക്ക് യമഹ YZF-R6 കുറെ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ റോഡ് ലീഗലായിട്ടുള്ള യമഹ YZF-R6 ഇനി ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പുതിയൊരു മോട്ടോർ സൈക്കിൾ. എന്തായാലും 18-ാം തീയതി നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഈ ഒരു മോട്ടോർ സൈക്കിളിനായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഇനി യമഹ YZF-R6 മാത്രമല്ല ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്. യമഹ VMAX, WR250, S-Max എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളും യമഹ മോട്ടോഴ്സ് ഗ്ലോബലി ഡിസ്കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ എന്തായാലും വരാൻ പോകുന്ന ഈ ഒരു മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് R6 ബേസ് ചെയ്തിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആയിരിക്കും. കാരണം R6 എന്ന് പറയുന്ന ആ ഒരു മോട്ടോർ സൈക്കിളിന്റെ സ്പേസ് നികത്താൻ വേണ്ടി തന്നെയാണ് യമഹ മോട്ടോഴ്സ് ഈ ഒരു ടൈപ്പ് ഓഫ് മോട്ടോർ സൈക്കിൾ കൊണ്ടുവരുന്നത്. അത് ഏകദേശം ഒരു ഡ്യുവൽ പർപ്പസ് പോലുള്ള മോട്ടോർ സൈക്കിൾ, ട്രാക്ക് പ്ലസ് റോഡ് എന്ന രീതിയിലുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആയിരിക്കും. അതെന്തായാലും ഉറപ്പാണ്. പിന്നെ ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ ഡിസൈനും ഏകദേശം യമഹ YZF-R6 ഡിസൈനോട് സാമ്യം ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു മോട്ടോർ സൈക്കിൾ യമഹ MT-07 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളിന്റെ എഞ്ചിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു എഞ്ചിൻ കുറച്ച് പവർ കുറവുള്ള ഒരു എഞ്ചിനാണ്. യമഹ YZF-R6 കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ എഞ്ചിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മോട്ടോർ സൈക്കിളിന്റെ എഞ്ചിൻ പവർ എന്ന് പറയുന്നത് 72 bhp അടുത്തേക്ക് മാത്രമാണുള്ളത്. പ്രൈസ് കുറഞ്ഞ രീതിയിൽ ഈ യമഹ YZF-R7 എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന മോട്ടോർ സൈക്കിൾ കൊണ്ടുവരുമോ എന്നുള്ളൊരു ധാരണ അല്ലെങ്കിൽ കാര്യമുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. 18-ാം തീയതി വരെ വെയിറ്റ് ചെയ്യാം. ലുക്ക് എന്ന് പറയുന്നത് എന്തായാലും ഒരു സ്പോർട്സ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ സ്പോർട്സ് മോട്ടോർ സൈക്കിൾ തന്നെയായിരിക്കും. എർഗണോമിക്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടിയും കംഫോർട്ടുള്ള പ്ലസ് ഒരു ട്രാക്ക് പർപ്പസ് രീതിയിലുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആയിരിക്കും. ഇതൊക്കെയാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ കുറിച്ചിട്ടുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ciao.